എല്ലാവർക്കും ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു ഓർഫനേജിൽ നിന്ന് സംഗീതം കേട്ട് ഹൃദയപരിവർത്തനം സംഭവിച്ചൊരു വ്യക്തിയെക്കുറിച്ച് പ്രശസ്ത എഴുത്തുകാരൻ ഒ ഹെൻറി വിവരിക്കുന്നുണ്ട്. സംഗീതം നമ്മുടെ ഹൃദയത്തെ മാറ്റും, നമുക്ക് ആശ്വാസമുണ്ടാകും, നമ്മളെ വിശുദ്ധീകരിക്കും, ഈശോയിലേക്ക് നമ്മളെ അടുപ്പിക്കും. ഇന്ന് നമ്മളെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനായിട്ട്, നമ്മുടെ ഹൃദയത്തെ മാറ്റുവാനായിട്ട് ഈശോയുടെ ഒരു കലാകാരിയാണ് ലിൻസ് റാണി സിസ്റ്ററിൻ്റെ കൂടെയാണ് നാം ഇപ്പോൾ ആയിരിക്കുക. ഏറെ സ്നേഹത്തോടെ സിസ്റ്ററെ സ്വാഗതം ചെയ്യുകയാണ്. സുഖമാണോ സിസ്റ്റർ? സുഖമായിരിക്കുന്നു. സിസ്റ്ററിൻ്റെ ഒരുപാട് പാട്ടുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് യൂട്യൂബിലൂടെയൊക്കെയാണ് മെയിനായിട്ട് കേട്ടിട്ടുള്ളത്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് ഈ എപ്പിസോഡ് നമുക്ക് തുടങ്ങിയാലോ?
അഭിഷേകമുള്ള നല്ലൊരു പാട്ട് ഇന്ന് എൻ്റെ ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ നല്ലൊരു പാട്ട്. ഞങ്ങളുടെ ഒരു സിസ്റ്റർ തന്നെ എഴുതിയതാണ്. സിസ്റ്റർ എഴുതിയതാണ്. എൻ്റെ പ്രൊവിൻസിലുള്ള സിസ്റ്റർ സ്റ്റാർലറ്റ് എഴുതിയ പാട്ടാണ്. നമ്മൾ താബോർ ധ്യാന സെൻറ്റർ അവർക്ക് വേണ്ടി മുതൽ കൊടുത്തുള്ളത് അതിനു വേണ്ടി ചെയ്തതാണ്. കോറസ് ഒക്കെ നല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുർബാന സ്വീകരണത്തിന് പറ്റിയ നമുക്ക് നല്ല, അതായത് ഒരു ആനന്ദത്തിന്റെ ഒരു നിമിഷം, സന്തോഷത്തോടെ ഇരിക്കുന്നു. നമ്മൾ നിരാശയിലല്ല, സന്തോഷത്തോടെ ഈശോയെ സ്വീകരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു അനുഭവമായിട്ട്. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, ഇത് ശബ്ദം കേട്ടപ്പോൾ തന്നെ നമുക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് നിസ്സാര വ്യക്തിയൊന്നുമല്ല. ഇന്റർനാഷണൽ അവാർഡ് സിസ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഇന്റർനാഷണൽ അവാർഡ്. സിസ്റ്റർ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? എനിക്ക് കിട്ടിയത് റോട്ടറി ക്ലബിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഇന്റർനാഷണൽ മ്യൂസിക്കൽ ഐക്കൺ അവാർഡായിരുന്നു. സാഹചര്യം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നതിന് മുമ്പ് ഞാനൊരു പാന പാടിയിരുന്നു. അത് പിന്നെ അവർ കുറെ പാട്ടുകളൊക്കെ കണ്ടു. അതായത് പാന ഒരുപാട് ആൾക്കാർ കണ്ടിരുന്നു. ആ നോമ്പ് കാലത്താണ് വൈറലായതാണ്. നല്ല വോയിസിൽ സിസ്റ്റർ ഒന്ന് ചോദിച്ചിട്ടാ ഒരു 4 വരി പാന ഒന്ന് പാടാമോ? അമ്മ കന്യാ മണി തന്തേ നിർമ്മലതൂ കങ്ങളിപ്പോ നന്മയാലേ മനസ്സു മുഴുവൻ പാടിക്കണമെന്നുണ്ട് സിസ്റ്ററെ, സമയക്കുറവുകൊണ്ടാണ്. അല്ല മുഴുവൻ പാടിപ്പിച്ചിട്ട് വീഴുള്ളൂ. അത് വളരെ ഭംഗിയാണ്. നമ്മള് കൈകള് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ കേട്ടിരിക്കും. നോമ്പുകാലത്താണ് നമ്മളിത് ചെയ്തത്. ചുമ്മാ ഒന്ന് ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ നോമ്പുകാലത്തേക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നിങ്ങനെ തോന്നി. അങ്ങനെ നമ്മുടെ ദൈവത്തിന്റെ ഒരു ഇൻസ്പിറേഷനാണ്. അതെ അതെ, അത് അനേകർക്ക് കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് കേട്ടു. അതിന്റെ വെളിച്ചത്തിലാണ് ഈ അവാർഡ് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നമ്മുടെ കോൺഗ്രിഗേഷനുള്ളപ്പോൾ ഒരു ഇന്റർനാഷണൽ അവാർഡ് കിട്ടുന്നത് നിസ്സാര കാര്യം. തീർച്ചയായിട്ടും. സിസ്റ്റർ സംഗീതം സിസ്റ്റർ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചത് 2 വർഷത്തോളം, അതായത് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. 2 വർഷത്തോളം ഞാൻ ചെറുപ്പകാലത്തൊന്നും ഞാൻ പഠിച്ചിരുന്നില്ല. സിസ്റ്ററൊക്കെ ആയി കഴിഞ്ഞ കാലം ഇവിടെ ഡോൺ ബോസ്കോയിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ എൻ്റെ കൂടെ ഇൻസ്ട്രുമെന്റ്സ് ചെയ്തിരുന്നു. വയലിനാണ്, വയലിനെടുക്കും, പിന്നെ കീബോർഡ് ചെയ്യും. പിന്നെ കൂടുതൽ ഞാൻ പാട്ടിലേക്കായതുകൊണ്ട് നമുക്ക് സാധാരണഗതിയിൽ അതിൽ അത്ര അങ്ങനെ പോകാറില്ല. അതിനുശേഷം ഞാൻ തിരുവനന്തപുരം സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജിലായിരുന്നു. അവിടെയാണ് 3 വർഷം പഠിച്ചത്. അവിടെ നല്ലൊരു നമുക്ക് പാട്ടിനെക്കുറിച്ചുള്ളൊരു വലിയ ജ്ഞാനം കിട്ടിയത് അവിടെ നിന്നാണ്. കർണാട്ടിക് സംഗീതമായിരുന്നു. പാടാനുള്ള ഒരു കൃപ ദൈവം നൽകിയത് അത് മാക്സിമം സിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. തമ്പുരാന്റെ കൃപയാണല്ല. സിസ്റ്റർ ഒരു പാട്ട് കൂടി ഒന്ന് കേട്ടാലോ? This
ഹിമകണമായൊഴുകും പുഴയുടെ ശ്രുതിയതുപോൽ പരിധിയില്ലാതെത്തും നിന്റെ സ്നേഹം. നിന്റെ സ്നേഹം എന്നെ പുണരുന്നു, സ്നേഹമെന്നിൽ നിറയുന്നു, സ്നേഹമെന്നിൽ വളരുന്നു, സ്നേഹമെന്നിൽ ജീവൻ പകരുന്നു. നിന്റെ സ്നേഹമെന്നെ പുണരുന്നു, സ്നേഹമെന്നിൽ നിറയുന്നു, സ്നേഹമെന്നിൽ വളരുന്നു, സ്നേഹമെന്നിൽ ജീവൻ പകരുന്നു. നിതാന്ത സുന്ദര സാന്നിധ്യമേ, അനന്ത സ്നേഹ സായുജ്യമേ, മണ്ണിൽ അലയുന്ന മർത്യനിൽ ഒന്നാകാൻ മരണം വരിച്ചൊരാ കാരുണ്യമേ. നിന്റെ സ്നേഹമെന്നിൽ പുണരുന്നു, സ്നേഹമെന്നിൽ നിറയുന്നു, സ്നേഹമെന്നിൽ വളരുന്നു, സ്നേഹമെന്നിൽ ജീവൻ പകരുന്നു. കൈയടിച്ച് പാടാൻ പറ്റുന്ന ഒരു പാട്ട് അല്ലേ? ഇമോഷണൽ ഉണ്ടെങ്കിലും ആ കോറസ് വരുമ്പോൾ നല്ല എനർജിയാണ്, കൈയൊക്കെ അടിച്ച്. ഇത് നമ്മുടെ മാത്യു അച്ഛൻ്റെ അല്ലേ, പയ്യമ്പള്ളി അച്ഛൻ്റെ? ഞാൻ കേട്ടിട്ടുണ്ട് ഈ പാട്ട്. അച്ഛൻ ഒരുപാട് പാട്ടുകൾ. അതില് കൊറോണ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അച്ഛൻ അവിടെയായിരുന്നു, പുറത്താണല്ലോ, അവിടുന്ന് തന്ന് പാടിയ പാട്ടായത്. അങ്ങനെ തുടങ്ങിയ പാട്ടായത്. സുശീല ചേച്ചിയുടെ ശബ്ദം പോലെ പറയുന്നുകൊണ്ടും തോന്നരുത്, എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്ന്. പാട്ട് നമ്മുടെ ഹൃദയത്തെ മാറ്റും, അതെ, ആ ഭാരം എടുത്തു മാറ്റും, നമ്മളെ വിശുദ്ധീകരിക്കും, ശുദ്ധീകരിക്കും, എനർജിയാലും നിറയ്ക്കും. അതെ. അപ്പോൾ സിസ്റ്ററിൻ്റെ ആ ഒരു പാട്ട് ദൈവം സമയത്ത്, അതായത് ഒരുപാട് ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും പ്രത്യേകിച്ച് ഒരു പാട്ട് പാടാനുള്ള പ്രേരണ എല്ലാം. ഇപ്പോൾ സിസ്റ്റർ ഏത് പാട്ട് പാടുന്നതിന് മുമ്പ് ഇപ്പോൾ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവെ പാടണേ, നീ കൂടെ ഉണ്ടേ. അപ്പൊ അതുകൊണ്ട് ഈ പ്രേരണകളെല്ലാം നൽകുന്നതെല്ലാം പരിശുദ്ധാത്മാവാണ്. പിന്നെ അച്ഛൻ, എനിക്ക് ഇപ്പം ഞാൻ ഈ വേദിയിലോട്ട് പോരുമ്പോൾ തന്നെയും എൻ്റെ കമ്മ്യൂണിറ്റിയിലെ സിസ്റ്റേഴ്സ്, എൻ്റെ പ്രൊവിൻഷ്യൽ അമ്മ, അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു ഭയങ്കര സപ്പോർട്ടീവാണ് നമുക്ക്. എവരെവിടെ പോയാലും എങ്ങനെയായി പരിപാടി, എന്തായി, നന്നായി പാടിയോ, പാടിച്ചില്ലെന്നോടം വരെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അവരെ വിളിച്ചന്വേഷിക്കുന്നു, മാതാപിതാക്കളെ, സഹോദരൻ, അതൊക്കെയാണ് ശരിക്കും നമുക്കൊരു ശക്തിയാണ്. പഠിക്കാൻ പോകുന്ന കാലത്താണേലും അവരാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് തന്നെ പഠിക്കാൻ വിട്ടത്. എനിക്ക് ഇന്ന കഴിവുണ്ടെന്ന് അവർ കണ്ടിട്ട്, അന്നത്തെ പ്രൊവിൻഷ്യലായിരുന്ന സിസ്റ്റർ ആലീസ് മരിയ, അമ്മ ഭയങ്കര ഇതിനോട് താല്പര്യമുള്ളായിരുന്നു. അമ്മ അത് വിട്ടു, അത് കണ്ടിന്യൂ ചെയ്യാൻ അടുത്ത് വന്ന ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ സഹായിച്ചു. ചോദിച്ചില്ല, ഇല്ല, ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. കഴിവ് കണ്ടിട്ട് പാട്ട് പഠിക്കുവാണെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്നുള്ള. തീർച്ചയായിട്ടും അതെ, അങ്ങനെ തന്നെ എന്നെ വിട്ടത്. അല്ലാതെ ഇന്നത് പാടണം, ഇന്നത് പാടണ്ടെന്ന് പറഞ്ഞാലും എനിക്കതിൽ കുഴപ്പമില്ല. കാരണം ഈശോയ്ക്ക് വേണ്ടിയല്ലേ, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. തമ്പുരാൻ പാടാൻ നമ്മൾ അനുവദിക്കുന്ന സ്ഥലത്തും ആ സാഹചര്യത്തിലും അത് പാടിയാൽ മതി എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമുക്ക് വേണ്ടി വേണ്ട, ഈശോയ്ക്ക് വേണ്ട. അതാണ് എൻ്റെ ഒത്തിരി സന്തോഷം സിസ്റ്റർ. കേൾക്കുമ്പോഴൊക്കെ ഒരു മനസ്സിനൊരു വല്ലാത്തൊരു എനർജി, സന്തോഷം. ആകുലത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരെല്ലാം ചേർത്ത് പിടിച്ച് സിസ്റ്റർ അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടാച്ച. സഹനത്തിൻ പൂക്കൾ വിരിച്ചു ചാരി നിൽക്കുന്നു നാഥാ നിൻ പാദാന്തികേ. സ്വീകരിച്ചാലും സ്വീകരിച്ചാലും എൻ ജീവിതമാകുമി താഴ്വരയിൽ വിരിയും പൂക്കൾ തൻ നറുമണം ചാലിച്ച ജീവിത ദുഃഖവും ഭാരങ്ങളും. സഹനത്തിൻ പൂക്കൾ വിരിച്ചു ചാരി നിൽക്കുന്നു നാഥാ നിൻ
എന്ത് രസമാണ് സിസ്റ്ററിൻ്റെ ഓരോ പാട്ടും നല്ല ഫീലിംഗ് ആണ്, അതുപോലെ ഹീലിങ്ങും. ഞാൻ ഹീല് ആക്കപ്പെട്ട പെൺകുട്ടി അത് ജസ്റ്റ് എന്നെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനത്തെ പാട്ട് കേൾക്കുമ്പോഴൊക്കെ തീർച്ചയായും അറിയാതെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരും, ഭാരമെല്ലാം മാറ്റപ്പെടും. അതെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു എപ്പിസോഡ് ഒരു അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. അതെ, സൗഖ്യത്തിൻ്റെ ആയിട്ടുള്ള ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറി ഉണർവ്, ഉന്മേഷം എല്ലാം നേടിത്തന്ന ഒരു മനോഹരമായിട്ട് എപ്പിസോഡ് സിസ്റ്റർ കാരണം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും എല്ലാം ഈശോയുടെ അനുഗ്രഹമാണല്ലോ. പിന്നെ പരിശുദ്ധാത്മാവോട് സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അച്ഛൻ ഞാൻ പാടിയല്ലോ, ഇനി അച്ഛൻ്റെ ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാവോ? അച്ഛൻ കുറേ പാട്ടുകളുണ്ടല്ലോ, അച്ഛൻ ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് പാടാൻ താല്പര്യമുള്ള ഒരു പാട്ട്. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. അളവില്ലാതെന്നയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. അളവില്ലാതെന്നയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഇതിലും വലുതായി വേറെന്തുള്ളൂ, ഇതിലും വലുതായി വേറെന്തുള്ളൂ. ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാൻ, ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാൻ. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. അച്ഛാ വളരെ നന്നായിരുന്നു, വളരെ സൈലൻ്റ് ആയിട്ടിരുന്നേ. ഇങ്ങനെ പാടുമ്പോൾ നമുക്കൊരു വേറെ ലോകത്തേക്ക് പോകുന്നതല്ലേ, ഇങ്ങനെ ആ ഈശോയുടെ സ്നേഹം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ഫീലിങ്സ് തന്നു. അതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സിസ്റ്ററെ. ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് സിസ്റ്ററിൻ്റെ സാന്നിധ്യത്തിന്. ഞങ്ങൾക്ക് പറയാനുള്ളതും ആശംസിക്കാനുള്ളതും ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ മാത്രമാണ്. ഞങ്ങളുടെ പ്രാർത്ഥന, പ്രേക്ഷകരുടെ പ്രാർത്ഥന എപ്പോഴും സിസ്റ്ററിൻ്റെ കൂടെ ഉണ്ടാകും. ധാരാളം പാട്ടുകൾ പാടാനിട വരട്ടെ, അനേകര് സിസ്റ്ററിൻ്റെ പാട്ടിലൂടെ സൗഖ്യപ്പെടട്ടെ. താങ്ക് യു. നന്ദി. ഹെവൻലി മെലോഡീസിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ എപ്പിസോഡിൽ പുതിയ പാട്ടുകളുമായിട്ടും പുതിയ വിശേഷങ്ങളുമായിട്ടും നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.